ആന്റോ ആന്റണിക്കെതിരെ ആഞ്ഞടിച്ച് ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 90 ലക്ഷമാണ് ആകെ ചെലവഴിക്കാൻ കഴിയുന്ന തുക. 2.5 കോടി രൂപ ആന്റോ ആന്റണി എന്ത് ചെയ്തെന്ന ചോദ്യം. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പത്തനംതിട്ട MP ആന്റോ ആന്റണി 2.5 കോടി രൂപ ഇതിന്റെ പേരിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണല്ലോ. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ പത്തനംതിട്ട പാർലമെന്റിൽ മത്സരിക്കാൻ 2.5 കോടി രൂപ വാങ്ങി. പാർലമെന്റ് മത്സരിക്കാൻ 90 ലക്ഷം രൂപയാണ്. ഞാനും ആ തെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിച്ച ആളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് 90 ലക്ഷം രൂപയാണ് ചെലവഴിക്കാൻ അന്ന് അധികാരം ഉണ്ടായിരുന്നത്. ഈ 2.5 കോടി എന്തിന് ചെലവഴിച്ചു? അപ്പൊ ഇതുപോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയിൽ LDF-നെ പോലെ തന്നെ UDF-നും പങ്കുണ്ട്, കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിന് പങ്കുണ്ട്. അപ്പൊ ആ പ്രശ്നം ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. വികസന പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ചയാവണമെങ്കിൽ ഒരു വികസനവും UDF-ന്റെ ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അഴിമതിയെക്കുറിച്ചാണ് ചർച്ചയാവുന്നതെങ്കിൽ LDF-ഉം UDF-ഉം വിഭിന്നമല്ല. അപ്പൊ ഈ മൂർത്തമായ പ്രശ്നങ്ങളെ മറികടക്കാൻ അതിന് പകരം വർഗീയത ഇളക്കിവിട്ട് സാമുദായിക വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നേരിടുക എന്നുള്ള അപായകരമായ പ്രചാരവേലയിലാണ് LDF-ഉം UDF-ഉം ഏർപ്പെട്ടിരിക്കുന്നത്. BJP തീരുമാനിച്ചിരിക്കുന്നത് ഈ നീക്കത്തിനെതിരായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, തമ്മിലടിപ്പിക്കുന്ന, കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന, സംഘർഷങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഈ രാഷ്ട്രീയത്തെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്ത് തോൽപ്പിക്കണമെന്ന് തന്നെയാണ് BJP-യും NDA-യും തീരുമാനിച്ചിരിക്കുന്നത്. ആ നിലയിലുള്ള പ്രചാരണമാണ് ഞങ്ങൾ അടുത്ത 2 മാസം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ നടത്താൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.